ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്തൊരു അസോർട്ടഡ് കളക്ഷൻസ് ആണ്. പല ടൈപ്പിലുള്ള മെറ്റീരിയലും ഉണ്ട്, പല ഡിസൈൻസിലുള്ള സെറ്റ്സും ഉണ്ട്. അപ്പം ഡിഫറെൻറ്റ് പാറ്റേൺസും ഡിഫറെൻറ്റ് റേറ്റ്സും ആയിരിക്കും ഓരോന്നിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. കോട്ടൺ ഉണ്ട്, അല്ലാതെ ഒരു ചന്തേരി ഫീൽഡിൽ വരുന്നുണ്ട്, കോട്ട മെറ്റീരിയലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ചന്തേരി ഫീൽഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ 1950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു പിസ്ത ഗ്രീൻ ടോൺ, നല്ല ലെങ്ത്തും വിട്ടുമുള്ള മെറ്റീരിയലാണ്, നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. നമുക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലുമാണ് കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടോ, യോക്കിൽ ഇതേപോലെ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലോവർ പോർഷനിലും അതേപോലെ തന്നെ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവ് എൻഡിലേക്ക് കൊടുക്കാനായിട്ട് സ്ലീവിൽ കൊടുക്കാനായിട്ടും ഇതുപോലെ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഹാൻഡ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആട്ടോ ഇതൊക്കെ, നല്ല ലെങ്തും വിട്ടും ഉണ്ട്. ഇത് കണ്ടോ, ഷോൾ ഫുൾ ഇതേപോലെ ആ കാന്ത സ്റ്റിച്ചിൽ വന്നിരിക്കുന്ന ഷോള്, കാന്ത സ്റ്റിച്ചിൻ്റെ വർക്ക് കൊടുത്ത ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. കാന്ത സ്റ്റിച്ചിൻ്റെ വർക്ക് കൊടുത്ത് സെയിം ടോണിൽ വന്നിരിക്കുന്ന ബോട്ടം 1950 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്. നമുക്ക് വാഷ് ചെയ്ത് നല്ല റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ് ഇതൊക്കെ. നല്ല ലൈറ്റ് വെയ്റ്റും ആണ്, ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നല്ല ലെങ്ത്തും വിടുത്തുമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, 1690. കോട്ടണിൽ നല്ല തിക്നെസ് ഉള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. മസ്റ്റേർഡ് യെല്ലോയാണ് ഇതിൻ്റെ കളറ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് വരുമ്പോൾ ഇതേപോലെ, യോക്കിൽ ഇതേപോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്യുവർ കോട്ടണിൽ ഇതേപോലെ ഹാൻഡ് വർക്ക്, അതായത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട, അല്ല ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്ന, പെയിൻറ്റിൽ വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രിൻറ്റ്, കോട്ടൺ ബോട്ടം. നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ആട്ടോ. നല്ലൊരു മെറൂണിഷ് റെഡ്, 1690. ഇങ്ങനെയാണ് യോക്കിലെ വർക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ, ദുപ്പട്ട ഒരു 1 ടോൺ ഡാർക്കർ ടോണിലേക്കാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടവും ദുപ്പട്ടയും അല്പം കൂടെ ഡാർക്കർ ടോണിലേക്കാണ് വരുന്നത്. ഇതൊന്നും എനിക്ക് തോന്നുന്ന ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും. ചുരിദാർ എല്ലാം ഷാമ്പൂല് വാഷ് ചെയ്യുക, നമ്മൾ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂല് വാഷ് ചെയ്യുക. ഇത് കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ, അതായത് ഒരു പീക്കോക്ക് ബ്ലൂവിൻ്റെയൊക്കെ നല്ല രസമുള്ളൊരു ബ്ലൂ. പീക്കോക്ക് ബ്ലൂവിൻ്റെ അത്രയും ഡാർക്കും അല്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ. ഇതും നല്ല പ്യുവർ കോട്ടൺ ദുപ്പട്ടയാണ്. കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടം 1690. അടുത്തത് വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന സെറ്റ്സ്, പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സ്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 1690. ഇത് കണ്ടോ, നമ്മുടെ ജയ്പൂർ കോട്ടൺ ഇല്ലേ, ആ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, നല്ല ലെങ്ത്തും വിട്ടുമുള്ള മെറ്റീരിയൽ. അതിൻ്റെ യോക്ക് കണ്ടോ, യോക്കിൽ ഇതേപോലെ വേറൊരു പീസ് കൊടുത്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ലേസ് പാറ്റേണും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. നമുക്കിപ്പം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്, നല്ല പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. ബോട്ടം വരുമ്പോൾ ഇതേപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അപ്പം നെക്ക് ഇങ്ങനെ ഒരു, അതായത് വി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് കട്ട് വി അല്ല, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ളൊരു വി നെക്ക് വരും. ഒരു അങ്ക്രാക്ക പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു അങ്ക്രാക്ക സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് എടുത്ത് കളയാം. നല്ല പ്യുവർ കോട്ടൺ ആണ്. അടുത്തത് വരുന്നത് ഒരു ബേസ് കളറ്, ഒരു ഗ്രേയിഷ് ബേജ് ടോൺ ആണ്. അതിനകത്ത് ഇതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് ഈ സമ്മറിന് നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടെ, അതേപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം 1690. കോട്ടൺ, പ്ലെയിൻ കോട്ടൺ വേണ്ട, അല്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വേണമെന്ന് ഉള്ളവർക്ക് നല്ല ഒരു ഓപ്ഷനാണ്. ഇത് കണ്ടോ, ബേസ് കളർ എല്ലാത്തിൻ്റെ സെയിം ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ബ്ലൂ ആണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ. ബോട്ടം വരുമ്പോൾ ഇത് വരും. എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 1690.
അടുത്തത് വരുന്നത് നമുക്ക് ഒരു ഇത് വരുമ്പോൾ നമുക്ക് 1590 ആ ഒരു ക്രഷ്ഡ് ഫീലിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രഷ്ഡ് ഫീലിൽ അല്പം ഒരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അതിൻ്റെ യോക്കിൽ കണ്ടോ ഇതേപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കട്ട് വർക്കിൻ്റെ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെയും വൺ സൈഡ് ഇതേപോലെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കട്ട് വർക്ക് ചെയ്ത ഒരു പാച്ച് വർക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. അടുത്ത വരുന്ന അതിൻ്റെ നല്ലൊരു വൈൻ മെറൂൺ ഷെയ്ഡ്. അതിനകത്ത് കണ്ടോ ഇതേപോലെ ഒരു കട്ട് വർക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്തത് വരുന്നത് കോട്ട മെറ്റീരിയലിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1250. ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ട കോട്ടയല്ല, നമുക്ക് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ ഇതേപോലെ ഒരു ലൈറ്റർ ബ്ലൂ ടോണിൽ ഇതേപോലെ യോക്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട. രണ്ട് സൈഡും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. നേവി ബ്ലൂവിൽ തന്നെ വരുന്ന ബോട്ടം. അടുത്തത് വരുന്നതും നമുക്ക് കോട്ട മെറ്റീരിയലിൽ തന്നെ ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. അതിൻ്റെ റേറ്റ് വരുന്ന 1680 ആണ്. ഇതൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് യോക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്. ദുപ്പട്ട വരുമ്പോൾ ആ ബ്ലാക്കിൽ ഫുൾ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി ക്രോസ് സ്റ്റിച്ച് ഒരു മെറൂൺ ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. അടുത്തത് വരുന്നത് കോട്ട മെറ്റീരിയലിൽ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡാർക്ക് പേർപ്പിൾ, അതായത് നമ്മുടെ ഗ്രേപ്പിൻ്റെ ഔട്ടർ സ്കിന്നിൻ്റെ ഒരു കളറില്ലേ ആ കളർ. 1390, 1390 സെയിം ടോണിൽ വരുന്ന ബോട്ടം. വി നെക്ക് പാറ്റേൺ വന്നിട്ട് അവിടെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത്. കോട്ട മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ് ഇതെല്ലാം. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റുകൾ. അതിൻ്റെ തന്നെ ഒരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡ്. പീകോക്ക് ഗ്രീൻ 1390. യോക്ക് ഇതേപോലെയാണ് വി നെക്ക് പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. വൺ മോർ പീസ് ബ്ലാക്ക്. ഇതാണ് നെക്ക് പാറ്റേൺ വരുന്നത്. സെയിം ടോണിൽ വരുന്ന ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഇത് ബോട്ടമിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ, സെയിം ബ്ലാക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.